കല്യാണപ്പേരയിൽ ഉണ്ടാക്കുന്ന ബിരിയാണി 5 കിലോ ബിരിയാണി നമ്മുടെ വീട്ടിലൊരു ചെറിയ വിരുന്നിന് വേണ്ടി ഉണ്ടാക്കി. ഒരു 300 സൺഫ്ലവർ ഓയിൽ മതി. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 100 ഗ്രാം പച്ചമുളക്, 2 കിലോ സവാള, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി പേസ്റ്റ്. അതിനൊരു 70-80 ഗ്രാം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി രണ്ടും കൂടെ 150 ഗ്രാമായി. അപ്പൊ 1.25 കിലോ തക്കാളി, 5 കിലോ കുട്ടൻ, 1/2 ലിറ്റർ തൈര്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സമത് ഗരം മസാല ടോപ്പാണ്. 1 കിലോക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മാക്സിമം ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. ചെറുനാരങ്ങയുടെ ഒറ്റ കഷ്ണം മതി ഇട്ടാ. ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല സ്ലോ കുക്ക് ആയിക്കോട്ടെ. ഇടക്കിടക്ക് ഒന്ന് തുറന്നിട്ട് ഇറക്കി കൊടുക്കട്ടെ. മല്ലിയില പുതിനയില രണ്ടും കൂടെ 150 ഉണ്ട്. അതിൽ 100 നമുക്ക് തീ കിടാം. ബാക്കി നമുക്ക് ചോറിന്റെ ദമ്മിടുമ്പോ നടുവിലിട്ടു. 200 ഓയിൽ തീ കണ്ടുവയ്ക്കുക. പട്ട, ഏലം, ഗ്രാമ്പൂ, ബേലീഫ്. 1 കപ്പ് അരി ഉണ്ടാവുമ്പോ ഇതിന് 1.25 കപ്പ് വെള്ളം മതി. നമ്മളെ മസാലയില് അത്യാവശ്യം മസാലയും വെള്ളമൊക്കെ ഉണ്ട്. ഉപ്പ് നോക്കിയിട്ടാ മതിട്ടാ പാകത്തിന്. ആ ഇഞ്ചി അരച്ചയില് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതാണ്. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഏതാ അരി നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മള് ജീരശാല ഫാത്തിമ കൈമ. ഭയങ്കര ഇളക്കി അരി പൊടിക്കരുത്. ഒരു പൊടി ഉപ്പ് എറിയുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി ഈ റൈസിലാണ് ഇട്ട് കൊടുത്താൽ തെറ്റാവും. ഞാൻ മൊത്തം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാലന്റെ മേലേക്ക് ആ ചോറ് കണ്ടിട്ടിട്ട് ഈ ലാസ്റ്റ് ഇതിന്റെ അടിയിലുള്ള ആ മസാല ചോറുണ്ടല്ലോ വേറെ ലെവലേക്ക് വെള്ളം വന്നേ.